പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നൊരു ദിവസം മുഴുവനും കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഇപ്പോൾ നമ്മൾ സായാഹ്നത്തിലാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ മുന്നിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. എല്ലാറ്റിനും നന്ദി പറയാന്നേ. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചില്ലേ? നമുക്ക് കർത്താവിന് അതിനെല്ലാം നന്ദി പറയാം. ഒരുപാട് നന്മകൾ തന്നു. അതിനിടയിൽ ചെറിയ ചെറിയ വേദനകൾ കടന്നു വന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ. അതിലൂടെയും കർത്താവ് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിശദീകരിക്കാൻ അതിൽ അടങ്ങിയിട്ടുമുണ്ടായിരുന്നു. എല്ലാറ്റിനും നമുക്ക് കർത്താവിന് നന്ദി പറയാന്നേ. ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു വചനം അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വചനം ഇതാണ്, സങ്കീർത്തനം 33:18-19. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവരെയും അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. നാളെ ഒരു ദിനമുണ്ട്. ഇന്ന് നീ ഏത് വേദനയിലൂടെ കടന്നുപോയി തകർന്ന് നിൽക്കുവാണെങ്കിലും ഈശോ പറയാണ്, നാളൊരു ദിനമുണ്ട്. കർത്താവിൽ നീ ആശ്രയിക്കുവാണെങ്കിൽ ഇന്നത്തെ ദിനത്തെക്കാൾ ഒരു മെച്ചപ്പെട്ട ഒരു ദിനമായി, അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനമായി നാളത്തെ ദിനം മാറും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുക. കർത്താവ് നിന്നെ നയിക്കും. വചനം തുടർന്ന് പറയാണ്, അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. മരണത്തിൽ നിന്ന്, ക്ഷാമത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുന്നു എന്ന് പറയുക. ഈ മരണവും ക്ഷാമവും എന്നൊക്കെ പറയുന്നൊരു വരൾച്ചയാ, ദുരിതമാ, സങ്കടമാ, രോഗമാ, ബന്ധനമാ, തടസ്സമാ. കർത്താവ് പറയാണ്, ഇതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ രക്ഷിക്കും. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ ഭയപ്പെടുക, എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുക. ഇന്ന് സായാഹ്നത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ പ്രതിജ്ഞ എടുക്കണം. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിലും ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങയെ ഞാൻ ഉള്ളുകൊണ്ട് ഭയപ്പെടുന്നു. അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവമെന്ന് ഹൃദയം കൊണ്ടും അതരം കൊണ്ടും പറയാൻ സാധിക്കട്ടെ. ഇന്ന് നല്ലൊരു ഉറക്കം അച്ഛൻ ആശംസിക്കുകയാണ്. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പ്രൈസ് ദ ലോർഡ്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.